കോഴിക്കോട് സ്വകാര്യ ബസിന്റെ അപകടയാത്ര. മുന്നിൽ നിർത്തിയിട്ട ബസിന്റെ ഇടത് സൈഡിലൂടെ ഇടിച്ചു കയറി യാത്രക്കാരെ ഇറക്കുമ്പോഴാണ് അപകടം ഉണ്ടാക്കിയത്. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്, എത്ര ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഈ നിരത്തിലെ മത്സരയോട്ടത്തിനെ പറ്റി നമ്മൾ ദിവസവും കാണുന്നത്. ഇതിലിപ്പോൾ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. എന്തൊരു അപകടകരമായ രീതിയിലാണ് ആ വാഹനം മുന്നോട്ടെടുക്കുന്നത്. അപകടമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ലേ? കീർത്തന, അത് തന്നെയാണ്. അതായത് നിരന്തരം ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം നിരന്തരം വാർത്ത ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴും അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നിരന്തരം ഇപ്പോഴും അത്തരത്തിലുള്ള വാഹന അപകടകരമായ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ യാത്ര സഞ്ചരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് കോഴിക്കോട് ടൗണിലാണ് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് ബസ്സിൽ തന്നെയുള്ള CCTV ദൃശ്യത്തിലാണ് ഇത് പതിഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യം ഒരു ബസ് അവിടെ നിന്ന് വന്ന് നിർത്തുന്നുണ്ട്. ആ ബസ്സിന് മുൻപിൽ മറ്റൊരു സ്വകാര്യ ബസ് വന്ന് നിർത്തുകയും ചെയ്യുന്നു. പിന്നീട് ഈ സമയം മാറുന്നതും മറ്റേ ആളുകൾ കയറ്റുമൊക്കെ ബന്ധപ്പെട്ട തർക്കം മൂലം ഈ പുറകിലുള്ള ബസ് ഈ മുന്നിൽ നിർത്തിയ ബസ്സിന്റെ ഇടതുവശത്തുകൂടെ ഈ കയറ്റുകയാണ് ഉണ്ടായത്. അതായത് ആ സമയത്ത് യാത്രക്കാരടക്കം ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ യാത്രക്കാർ ശ്രദ്ധിക്കാതെ ഇറങ്ങുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായും വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട്. എന്തായാലും അതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ സഞ്ചരിക്കുന്നു എന്നുള്ളത് നിരന്തരം ഉണ്ടാകുന്ന പരാതിയാകുന്നു. അത് തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബസിന്റെ മറ്റൊരു സൈഡിലൂടെ ഇടിച്ചു കയറി, അതും യാത്രക്കാരെ ഇറക്കുമ്പോഴാണ് ഇത് എന്നുള്ളത് ഓർക്കണം. മറ്റു അപകടങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം. ശരത് ആണ് വിവരങ്ങൾ നൽകി.